ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ അബദ്ധത്തിൽപ്പെടാറുണ്ട്. അങ്ങനെ അബദ്ധത്തിൽപ്പെട്ട ഒരാളുടെ സംഭവമാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലെ ആളുകളൊന്നും അറിയുന്നില്ല. പക്ഷേ ചിലരുടെ ജീവിതം അതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. എനിക്ക് പരിചയമുണ്ടായിരുന്ന ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തെ വലിയ പ്രായമൊന്നുമില്ല, 25 വയസ്സാണ്. ഒരാൾ വന്ന് ഒരോട്ടം വിളിച്ചു. കൊച്ചു കടവന്ത്ര എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു തൈയാണ്. വിളിച്ചപ്പോഴാണ് പറഞ്ഞു, എനിക്ക് കുറച്ച് കരിക്ക് അവിടെ വെട്ടിയിട്ടിട്ടുണ്ട്, ഒന്ന് കൊണ്ടുവരാനാണ്, അതിന് എത്ര രൂപ ആണെങ്കിലും തരാം എന്ന് പറഞ്ഞു. വലിയ വണ്ടിയാണ്, ആപ്പ വണ്ടിയാണ്. അപ്പോൾ ഇദ്ദേഹം അയാളോട് കൂടി വണ്ടിയിൽ അവിടെ ചെന്നു. അപ്പോൾ അവിടെ വേറെ ഒരുത്തൻ കരിക്ക് വെട്ടുന്നുണ്ട്. ഒരു പറമ്പ് മതിൽ കെട്ടിയിരിക്കുന്നൊരു പറമ്പാണ്, വീടൊന്നുമില്ല. കോൺക്രീറ്റിൻ്റെ മതിൽ കെട്ടിയിട്ടുണ്ട്, ഗേറ്റും ഒക്കെ ഉണ്ട്. അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഒരുത്തൻ കരിക്കൊക്കെ വെട്ടി കയർ വഴി താഴെ ഇറക്കുന്നുണ്ട്. ഇവരും കൂടെ ചെന്നു. ഡ്രൈവറല്ല, മറ്റേ കൂടെ വന്ന ആളും കൂടെ ചെന്നു. ഈ കരിക്കെല്ലാം കൂടെ പെറുക്കി, ആപ്പ വണ്ടി ആയതുകൊണ്ട് എൻ്റെ പുറകിൽ കുറേ സ്ഥലമുണ്ടല്ലോ, പുറകിലും വെച്ചു. ഈ പാസഞ്ചേഴ്സ് ഇരിക്കുന്ന അവിടെയും വെച്ചു. പുറപ്പെടാനൊരുങ്ങിയപ്പോൾ പെട്ടെന്നൊരു പോലീസ് വണ്ടി വട്ടം നിർത്തി. ഈ പോലീസ് വണ്ടി വന്ന ഉടൻ തന്നെ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ വണ്ടി വിളിച്ചുകൊണ്ട് വന്നവനും മറ്റേ കരിക്ക് വെട്ടിക്കൊണ്ടിരുന്നവനും ഈ പോലീസ് വണ്ടി കണ്ട ഉടനെ തന്നെ അവർ ഓടിക്കളഞ്ഞു. ഈ ഡ്രൈവറും കരിക്കും മാത്രം അവശേഷിച്ചു. ഇവന്മാർ ഓടിയത് എന്താണെന്ന് ഡ്രൈവർക്കൊട്ട് അറിയത്തുമില്ല. പോലീസ് വണ്ടി വട്ടം വെച്ചു, ഡ്രൈവറെ പിടിച്ചിറക്കി. എന്താണ് കരിക്കെന്ന് വെച്ചപ്പോൾ എന്നെ ആൾ വിളിച്ചുകൊണ്ട് വന്നാണ്, കരിക്ക് വെട്ടി കൊണ്ടുപോകാനാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൻ്റെ ചുരുക്കം ഇതാണ്. കോട്ടയത്തെങ്ങാണ്ടുള്ള ആ പ്രദേശത്തുള്ള ഒരാളുടെ സ്ഥലമാണിത്. അദ്ദേഹം കോട്ടയത്താണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനോ ബന്ധുക്കളാരോ ആണ് ഈ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. ഒരു 10-40 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് കുറേ തെങ്ങുമുണ്ട്. ഇത് മതിലും കെട്ടി ഗേറ്റും വെച്ചിരിക്കുന്നതാണ്. വീടൊന്നുമില്ല, താമസവുമില്ല. അപ്പോൾ ഇതിനകത്ത് നിറച്ച് തെങ്ങുണ്ട്. ഈ തെങ്ങ് അല്ലെങ്കിൽ കരിക്ക് ആരെങ്കിലും ഇതുപോലെ തന്നെ വെട്ടിയിട്ടുണ്ട് പോവും. അവിടെ ആൾ താമസമൊന്നും ഇല്ല. അത് ആരുടെയാണെന്നൊന്നും ആർക്കും അറിയുമില്ലല്ലോ, നഗരങ്ങളിലെ ഇതല്ലേ. പക്ഷേ ഈ ദിവസം ഇതിൻ്റെ ഉടമസ്ഥൻ തൊട്ടടുത്ത വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളുടെ പറമ്പിൽ ഒരിക്കൽ ഒരുത്തൻ കരിക്ക് വെട്ടാൻ കയറുന്നത്. അപ്പോൾ ഇയാൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയപ്പം എൻ്റെ പറമ്പിൽ നിന്നാണല്ലോ കരിക്ക് വെട്ടുന്നതെന്ന് ചോദിച്ചു. ഇതിന് മുമ്പ് പലപ്പോഴും അവിടെ നിന്ന് കരിക്ക് പോയിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ പോലീസിന് വിവരം അറിയിച്ചു. അങ്ങനെയാണ് പോലീസ് വന്നത്. ഈ പോലീസ് വണ്ടി കണ്ടപ്പോൾ തന്നെ ഈ കരിക്ക് വെട്ടിയവർ രണ്ടുപേർക്കും സംഗതി പിടികിട്ടി. അവർ ഓടിക്കളഞ്ഞു. അവരുടെ പുറകെയൊന്നും പോലീസ് ഓടിയില്ല. ഈ ഓട്ടോറിക്ഷയും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർക്കിട്ട് നല്ലപോലെ തല്ലും കിട്ടി. നീ ഇതിൻ്റെ സ്ഥിരം പണിക്കാരനാണ്, ഈ കരിക്ക് മോഷണത്തിനൊക്കെ നിനക്ക് പങ്കുണ്ട് എന്നെല്ലാം പ്രശ്നമായി. ഏതാണ്ട് 1 മാസത്തോളം ഈ ഓട്ടോറിക്ഷ സ്റ്റേഷനിൽ കിടന്നു. ഇവന് 3-4 ദിവസം കഴിഞ്ഞാണ് ജാമ്യം കിട്ടിയത്. ശരിക്കും ഇവൻ ചെയ്ത തെറ്റെന്താ?
ഒരാൾ ഒരോട്ടം വിളിച്ചു വന്നു കരിക്ക് കൊണ്ടുപോകാനാണ്. പക്ഷേ നിയമപരമായിട്ടൊരു പ്രശ്നമുണ്ട്. പാസഞ്ചർ വണ്ടിയിൽ ഇങ്ങനെയുള്ള ഗുഡ്സൊന്നും കയറ്റരുതെന്നുള്ളൂ. അതൊരു തെറ്റാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ സാധാരണ രീതി പാസഞ്ചർ വണ്ടിയിൽ 15 കിലോയിൽ കൂടുതലുള്ള ഒരു ലഗേജും കയറ്റാൻ നിയമമില്ല. അപ്പോൾ ഈ വരുന്ന യാത്രക്കാരൻ്റെ ചിലപ്പോൾ 2-3 ബാഗ് ഉണ്ടാകും, അല്ല ചാക്ക് കെട്ടുണ്ടാവും, അങ്ങനെ പല സാധനം ഉണ്ടാകും. ഇതൊക്കെ പരിശോധിച്ച് നമുക്ക് കയറ്റാൻ പറ്റുമോ? പക്ഷേ ഇവിടെ സംഭവിച്ച ഇതാണ്, ഇവന്മാർ ഓടിക്കളയുകയും ചെയ്തു, ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അകത്താവുകയും ചെയ്തു, അവൻ്റെ വണ്ടിയും അകത്താവുകയും ചെയ്തു. ഈ വണ്ടി അകത്തായത് മാത്രമല്ല, കേസെന്താ, മോഷണ കേസാണ് അല്ലേ. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർന്നു പോകാൻ, അവൻ്റെ ഒരു ജീവിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം കൊണ്ട് ഒരു വണ്ടി എടുത്തിറങ്ങിയതാണ്. അവൻ ജീവിതത്തിലെന്നും അവൻ കള്ളനായിരുന്നു. പോലീസുകാരുടെ തല്ല് കിട്ടി. അവൻ്റെ കുടുംബാംഗങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് പാർട്ടിക്കാരുടെയൊക്കെ കാല് പിടിച്ച് അവന് 2 പേരുടെ ജാമ്യത്തിൽ കോടതിയിൽ നിന്നാണ് ഇറക്കുന്നത്. ഈ വണ്ടി അവിടെ കിടന്ന് ആലോചിച്ച് പോയി. പിന്നെ അവനെ വണ്ടി എന്ത് ചെയ്തൊന്നും എനിക്കറിയത്തില്ല. പിന്നീട് അവനെക്കുറിച്ച് എനിക്ക് വലിയ പിടിപാടുമില്ല, പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ വണ്ടിയെ നിസ്സാര വിലയ്ക്ക് വല്ലവർക്കും വിറ്റ് കാണും, എന്താ സംഭവം നടത്തില്ല. പക്ഷേ ഇത് നമുക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കെല്ലാം ഒരു പാഠമാണ്. നമുക്ക് സുപരിചിതമല്ലാത്ത ആളുകളുടെ ഇങ്ങനെയുള്ള ലോഡുകൾ കയറ്റരുത്. എനിക്കൊരു ദിവസം പണി കിട്ടിയതാണ്. ഞാൻ എറണാകുളത്ത് തന്നെ പുല്ലപ്പടി പാലത്തിൻ്റെ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഈ വർക്ക്ഷോപ്പിലേക്ക് രാവിലെ അങ്ങോട്ട് പോയപ്പം ഒരാൾ, എനിക്കറിയാവുന്ന ആളാണ്, പരിചയമുണ്ട്. കരിക്ക് കച്ചവടക്കാരനുമാണ്, ചെറിയ കള്ളനുമാണ്, എനിക്കറിയാം. ഇവൻ അവിടെ നിന്നൊരു 3 കൊല കരിക്ക് വെട്ടി വഴിയിറമ്പി വെച്ചിരിക്കുക. അതിനാൾ താമസമൊന്നുമുള്ള സ്ഥലമല്ല. എനിക്കപ്പോൾ ഈ പഴയ ഓർമ്മയുണ്ട്. ഇവൻ എന്നെ കൈ കാണിച്ചു വെച്ചു, ചേട്ടാ നമുക്ക് ഈ കരിക്കൊന്ന് ജംഗ്ഷനിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വണ്ടിക്കൊരു പണിയുണ്ട്, വർക്ക്ഷോപ്പിലേക്ക് ഞാൻ പോവുക എന്ന് പറഞ്ഞു. അന്ന് പോയിട്ടിക്കേണ്ടത് വരണമെന്ന് പറഞ്ഞു. ഓ ശരിയെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി വർക്ക്ഷോപ്പിൽ ചെന്നു. ഒന്നും ബ്രേക്ക് കൊള്ളിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ വർക്ക്ഷോപ്പുകാരനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മുട്ടം പണി അവിടെ നിൽപ്പുണ്ട്, അതുകൊണ്ട് തൽക്കാലം വണ്ടി വിടണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ആക്കി വെച്ച് എൻ്റെ വണ്ടിയുടെ ഒരു വീല് പൊക്കി അങ്ങനെ അഴിച്ച പുള്ളി അവിടെ വെച്ചു. ഒരു സ്വല്പം കഴിഞ്ഞപ്പോൾ ഈ കരിക്കുകാരൻ എന്നെ അന്വേഷിച്ച് ആ വർക്ക്ഷോപ്പിൽ വന്നു കരിക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ വർക്ക്ഷോപ്പുകാരൻ പറഞ്ഞു, ഇത് ലേറ്റി കൊടുക്കണം, അതിന് ഇച്ചിരി പണിയുണ്ട്, താമസം വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവൻ പോകാതെ എനിക്ക് അതിൽ പോകാൻ വേറെ വഴിയില്ല, അതിൽ മാത്രമേ പോകാനും പറ്റുള്ളൂ. കുറേ കഴിഞ്ഞ് വർക്ക്ഷോപ്പുകാരൻ വേറൊരു വണ്ടി ട്രയൽ പോയപ്പോഴും ഇവൻ അവിടെ നിൽക്കുക, എന്നെ നോക്കി. ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൻ നമ്മുടെ ഈ വർക്ക്ഷോപ്പുകാരൻ വേറെ അതിൽ പോയപ്പോൾ ഇവൻ വേറെ ഏതോ ഒരു പെട്ടി ഓട്ടോറിക്ഷ വിളിച്ച് സാധനം കൊണ്ടുപോയി എന്നുണ്ട്. അതുകൊണ്ട് 3 മണിക്കൂർ ഞാൻ വെറുതെ എൻ്റെ വണ്ടിയുടെ വീലും പൊക്കി വെച്ചുകൊണ്ട് അവിടെ ഭയന്ന് നിന്ന്. കാരണം ഇവനിതിൻ്റെ അവൻ്റെ അല്ലേക്ക് കരിക്കുന്നത് എനിക്കറിയാം. അവനെവിടുന്നും മോഷ്ടിച്ചിരിക്കുന്ന ആ അടുത്ത പറമ്പിൽ തന്നെ മോഷ്ടിച്ച ഇതും കൊണ്ടുപോയി നമ്മളകത്തപ്പെട്ടുള്ളൂ. ഒരു ദിവസം ഓടിയില്ലെങ്കിൽ ഓടിയില്ലെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഓട്ടോറിക്ഷ സുഹൃത്തുക്കളെ, നമ്മൾ സാധനങ്ങൾ കയറ്റുമ്പോൾ പ്രത്യേകിച്ച് ചാക്കിനകത്തൊക്കെ കൊണ്ടുവരുന്ന ആക്രി സാധനങ്ങൾ, പഴയ സാധനങ്ങൾ കഴിയുന്നിടത്തോളം നിങ്ങൾ കയറ്റരുത്. എനിക്ക് പറയാൻ അതേ ഉള്ളൂ. കഴിയുന്നിടത്തോളം ആ പൈസ വേണ്ടെന്ന് വെക്കും. പ്രത്യേകിച്ച് തമിഴ്നാട്ടുകാരൊക്കെ ആയിരിക്കും അത് കൊണ്ടുവരുന്നത്. ചേട്ടാ ഇത് അവിടെ ആക്രി സാധനങ്ങൾ, നമ്മൾ കഴിയുന്നിടത്തോളം ഈ സാധനങ്ങൾ കയറ്റരുത്. നമ്മുടെ വണ്ടി അകത്തായി പോകും. ഇതിനകത്ത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചില മോഷ്ടിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അവസാനം ഈ വണ്ടി നമ്പർ വെച്ച് പോലീസ് പിടിക്കും, നമ്മളകത്താകും, ഇവന്മാർ രക്ഷപ്പെടും. അതുകൊണ്ട് അങ്ങനെയുള്ള ഓട്ടം നമ്മൾ വേണ്ടെന്ന് വയ്ക്കണം.
ചിലപ്പോൾ കരിക്കൊക്കെ കൊണ്ടുപോയാൽ 10-20 രൂപ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള ഓട്ടം ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കണം. കാരണം ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചതാണ്. ഇതുപോലെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഓരോ വീഡിയോയിലൂടെ എനിക്കും എന്നെപ്പോലുള്ള മറ്റ് ഡ്രൈവർമാർക്കും സംഭവിച്ച ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളെ തുടർന്നും അറിയിക്കുന്നതായിരിക്കും. ഈ ശ്രദ്ധിക്കുന്ന പൊതുജനമൊന്നും ഇതൊന്നും അറിയുന്നില്ല. ഓട്ടോറിക്ഷക്കാരൻ 5 രൂപ കൂടുതൽ മേടിച്ചു, അവൻ ലഗേജ് കയറ്റാൻ പറഞ്ഞിട്ട് കയറ്റിയില്ല, അവൻ മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെ ആളുകൾ പറയും. പക്ഷേ ഇവരൊന്നും ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത പരിചയമില്ലാത്തവരുടെ ഒരു ലഗേജും കയറ്റരുത്. കയറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും മോശമെന്നല്ല, നിങ്ങളൊരു പക്ഷേ ജയിലിൽ പോകാനോ ജീവിതകാലം മുഴുവൻ കോടതി കയറി ഇറങ്ങാനോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ മാനം പോകുന്നതിനോ അതിടയായിത്തീരും. അതുകൊണ്ട് ഈ പോലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഇത് എല്ലാ ഡ്രൈവർമാരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ളതാണ്. മാക്സിമം എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഇതുപോലുള്ള വീഡിയോകൾ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇടുന്നുണ്ട്. എൻ്റെ അനുഭവം മാത്രമല്ല, മറ്റുള്ളവരുടെ അനുഭവം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു.